കേരളത്തിലെ ഏറ്റവും വലിയ ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 6.0. ലേൺവൈസിന്റെ അക്കാഡമിക്സ് ആൻഡ് റിസർച്ച് ടീം നേതൃത്വം നൽകുന്ന ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 6.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എയും അതുപോലെ തന്നെ മെഷീൻ ലേണിംഗ് അൽഗോരിതംസും യൂസ് ചെയ്തുകൊണ്ട് ഡീറ്റെയിൽ അനാലിസിസ് നടത്തി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയിട്ടുള്ള PDF ഫയലുകൾ ലേൺവൈസ് ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിലെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ എത്രയും പെട്ടെന്ന് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ 7592939616 എന്നതാണ്. സോ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ ലേണേഴ്സിനും ജൂൺ 2026 അപ്പിയർ ചെയ്യുന്ന എല്ലാ ലേണേഴ്സിനും എന്റെ ഭാഗത്തുനിന്നും ലേൺവൈസിന്റെ ഭാഗത്തുനിന്നും എല്ലാവിധ ആശംസകളും. ഹായ് ഓൾ, വെൽക്കം ടു ലേൺവൈസ്. നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഇഗ്നോ ഫോക്കസ് 6.0 ഇഗ്നോ മുൻകാല ചോദ്യ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ്. ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ വരുന്ന BCS 131 പ്രോഗ്രാമിംഗ് ഇൻ C++ എന്ന് പറഞ്ഞ പേപ്പറിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ്. നമ്മുടെ ടേം ആൻഡ് എക്സാമിനേഷൻ വരുന്നത് എല്ലാവർക്കും അറിയാം 10-ാം തീയതി ബുധനാഴ്ചയാണ്. ഇതുവരെ പഠിക്കാൻ തുടങ്ങാത്തവരാണെങ്കിലും ഇനി അതല്ല എല്ലാ പോർഷൻസും കവർ ചെയ്ത് റിവിഷൻ സെഷൻ ഓൺഗോയിങ് ആയിട്ടുള്ളവരാണെങ്കിലും മാത്രവുമല്ല മറ്റൊരു കാറ്റഗറി എന്ന് പറയുന്ന ലേണേഴ്സ് എന്തായിരിക്കും, 1 by 1 ആയിട്ട് ഇപ്പൊ പോർഷൻസ് കവർ ആക്കി കൊണ്ടിരിക്കുന്നവരായിരിക്കും. ഈ പറഞ്ഞ 3 കാറ്റഗറിയിൽ വരുന്ന ലേണേഴ്സിനും ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെഷനാണ് ഇത്. അതുകൊണ്ട് തന്നെ ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. അപ്പൊ നമുക്ക് സെഷനിലോട്ടേക്ക് പോവാം. BCS 131 പ്രോഗ്രാമിംഗ് ഇൻ C++, അതാണ് നമ്മുടെ കോഡ് വരുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻഡ് ആൻസേഴ്സ് അൾട്ടിമേറ്റ് അനാലിസിസ് ആണ്. ടേം ആൻഡ് എക്സാമിനേഷൻ ജൂണിന് വേണ്ടി പ്രത്യേകമായിട്ട് തയ്യാറാക്കിയതാണ്. ബിഫോർ യു ബിഗിൻ എന്താ പറയുന്നത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസേഴ്സ് പ്രൊവൈഡ്സ് എ കോംപ്രഹെൻസീവ് ഡേറ്റ ഡ്രിവൺ അനാലിസിസ് ഓഫ് BCS 131 ഫോർമലി BCS 031 പ്രോഗ്രാമിംഗ് ഇൻ C++ ബേസ്ഡ് ഓൺ നമ്മൾ 8 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതായത് ജൂൺ 2022 മുതൽ ഡിസംബർ 2025 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് അതിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് അതിനെ ബേസ് ചെയ്തുകൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു ഗൈഡ് ബുക്കാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇതിൽ നിന്ന് മെയിൻ ആയിട്ട് ഇഗ്നോന്റെ ഒഫീഷ്യൽ സൈറ്റിൽ റിലീസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സും SLM നോട്ട്സ് ഒക്കെ യൂസ് ചെയ്ത് പ്രിപ്പയർ ചെയ്തതാണ്. സോ ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, നിങ്ങൾക്കിത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഈ ഒരു സെഷൻ കഴിയുമ്പോഴേലും നിങ്ങൾക്ക് ഏതൊക്കെ ബ്ലോക്ക്, അതായത് ഏതൊക്കെ പോർഷനിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, ഹൈ പ്രോബബിലിറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, എങ്ങനെ ഒരു ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്ത് ആൻസർ ചെയ്യണം, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളെ പറ്റിയും ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഐഡിയ കിട്ടുന്നുണ്ടായിരിക്കും. ഇതുവരെ നിങ്ങൾ പഠിക്കാൻ തുടങ്ങാത്തവരാണെങ്കിൽ പോലും നിങ്ങൾക്കിത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ ശ്രദ്ധിച്ചിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഹൗ ടു യൂസ് ദിസ് ഡെഫ് എന്ന് പറയുന്നത് നമുക്ക് മെയിൻ ആയിട്ട് 3 പാത്വേസ് ആയിരിക്കും ഉണ്ടാവുക. ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ഇതുവരെ പഠിക്കാൻ തുടങ്ങാത്തവരായിരിക്കും അല്ലെ. അവർക്ക് ഇനി കംപ്ലീറ്റ് പോർഷൻസ് കവർ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. സോ അവരെന്ത് ചെയ്യണം, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതാണ് അതിലോട്ടേക്ക് പോവാം. നമ്മൾ അത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ ആ സെഷൻ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കാൻ വേണ്ടി നോക്കുക. ഇനി വേറൊരു ലെവൽ എന്ന് പറയുന്നത് 1 by 1 ആയിട്ട് പോർഷൻസ് കവറാക്കി വരുന്ന ലേണേഴ്സ്. അവര് മെയിൻ ആയിട്ട് എന്താ ചെയ്യേണ്ടത്, മെയിൻ യൂണിറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് അത് പഠിക്കാൻ വേണ്ടി നോക്കുക. ഇനി വേറൊരു കാറ്റഗറി എന്ന് പറയുന്നത് കംപ്ലീറ്റും കവർ ചെയ്തിട്ട് റിവിഷൻ ഓൺഗോയിങ് ആയിക്കൊണ്ടിരിക്കുന്ന ലേണേഴ്സ്. അവരാണെങ്കിലും ഈ അധികം പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിച്ചത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിനാണ്. നമുക്ക് യൂണിറ്റിലോട്ടേക്ക് പോവാം. ഫസ്റ്റ് പാർട്ട് 1 എന്ന് പറയുന്നത് 48 hours റെസ്ക്യൂ പ്ലാൻ ആണ്. അത് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഇതുവരെ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യാത്ത, പല സാഹചര്യങ്ങളും കൊണ്ട് ഇതുവരെ പഠനം തുടങ്ങാൻ പറ്റാത്ത ലേണേഴ്സ് ഉണ്ടായിരിക്കും. അവർക്ക് വേണ്ടിയിട്ടാണ്. ഫോർ സ്റ്റുഡൻസ് ഹു ഹാവ് ബാർലി ഓപ്പൺ ദ SLM ആൻഡ് എക്സാം ഈസ് അറൌണ്ട് ദ ഫോർമൽ. ജസ്റ്റ് നിങ്ങൾ SLM യൂണിറ്റ്സ് ഒക്കെ ഒന്ന് നോക്കിയിട്ടുണ്ടായിരിക്കും, പക്ഷെ ഒന്നിനെ പറ്റിയിട്ട് ഒരു ധാരണ ഇല്ലാത്ത ലേണേഴ്സ് ഉണ്ടായിരിക്കും. അവരാണെങ്കിൽ നേരെ എന്താ ചെയ്യുന്നത്, സെക്ഷൻ 5ലോട്ടേക്കാണ് പോകേണ്ടത്. ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്ക് ആണ്. അതിൽ പറയുന്നത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതിൽ ഈ ഒരു ഫയറിന്റെ ഐക്കൺ വരുന്ന ക്വസ്റ്റ്യൻസ് 1, 2, 3 തവണ റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നതാണ് എല്ലാ പ്രാവശ്യവും. സോ അത് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുക. ഇനി രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് 2 week സ്ട്രാറ്റജിയാണ്. അത് ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ 1 by 1 ആയിട്ട് പോർഷൻസ് കവറാക്കി വരുന്ന ലേണേഴ്സിന് വരുന്നതാണ്.
ഫോർ സ്റ്റുഡൻസ് who have read some materials but need structured revision. നിങ്ങൾക്ക് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള റിവിഷൻ ആവശ്യമാണ്. ജസ്റ്റ് പോർഷൻസ് നിങ്ങൾ പഠിച്ചു പോകുന്നുണ്ട്. അങ്ങനെയുള്ളവർ മെയിൻ ആയിട്ട് നോക്കുന്നത് നമ്മുടെ ഈ ഒരു സെഷനിൽ നമ്മൾ 3 സ്റ്റാർ 2 സ്റ്റാർ എന്ന് പറഞ്ഞ ഹൈ ഈൽഡ്, മീഡിയം ഈൽഡ് എന്ന് പറഞ്ഞ യൂണിറ്റിനെ കാറ്റഗറൈസ് ചെയ്തിട്ട് അതിൽ വരുന്ന പോർഷൻസ് മെയിൻ ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഇനി പാർട്ട് 3 എന്ന് പറയുന്ന ഫുൾ കവറേജ് പ്ലാൻ ആണ്. എല്ലാ പോർഷൻസും കവർ ചെയ്ത് റിവിഷൻ ഓൺഗോയിങ് ആയിക്കൊണ്ടിരിക്കുന്ന ലേണേഴ്സിന് പറ്റിയതാണ് അത്. അവരും എന്താണ് ചെയ്യേണ്ടത്, മെയിൻ ആയിട്ട് ഈ 3 സ്റ്റാർ വരുന്ന യൂണിറ്റ്സ് ഏതാണോ അതിനെ ഹൈ പ്രയോറിറ്റൈസ് ചെയ്ത് ആ ഒരു സാധനം വൃത്തിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി എക്സാം പാറ്റേൺ ആൻഡ് ക്വസ്റ്റ്യൻ പേപ്പർ സ്ട്രക്ചർ ആണ് പറയുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, നമ്മുടെ ഈ പ്രോഗ്രാമിംഗ് C++ന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കി ക്വസ്റ്റ്യന്റെ ഒരു സ്ട്രക്ചർ പാറ്റേൺ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ടോട്ടലി 100 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറ്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഡ്യൂറേഷൻ 3 മണിക്കൂറുണ്ട്. ഈവൻ ഡ്യൂറേഷൻ 3 മണിക്കൂർ ഉണ്ടെങ്കിലും അതൊരു ഹ്യൂജ് ടൈമൊന്നും അല്ല കേട്ടോ, പെട്ടെന്ന് തന്നെ തീരുന്നുണ്ടായിരിക്കും. സോ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒബ്സർവേഷൻസിൽ നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ 1 എന്ന് പറയുന്നത് അതിന്റെ അണ്ടറിൽ 8 സബ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും യൂഷ്വലി ഉണ്ടായിരിക്കും, ABCD എന്ന് പറഞ്ഞിട്ട്. ആ 8ഉം നമ്മൾ നിർബന്ധമായിട്ടും ആൻസർ ചെയ്യേണ്ടതാണ്. ഓരോന്നിനും 5 മാർക്ക് വീതം, 8 5 40 മാർക്കാണ് ക്വസ്റ്റ്യൻ എയിൽ നിന്ന് കിട്ടുന്നുണ്ടായിരിക്കും. ഇനി രണ്ടാമത്തെ നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ 2 മുതൽ 5 വരെ വരുന്നത് ഏകദേശം ഒരു 2 or 3 സബ് പാർട്സ് ആയിരിക്കും ഓരോ ക്വസ്റ്റ്യനും വരുന്നുണ്ടാവുക. 10 മാർക്ക് വീതമാണ് ഓരോ സബ് ക്വസ്റ്റ്യനും ഇനീഷ്യലി ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ജൂൺ 2023 മുതൽ ഓൺവേർഡ്സ് എന്താ പറയുന്നത്, ഈ ഒരു ക്വസ്റ്റ്യൻ 2 മുതൽ 10 വരെ വരുന്ന 2 മുതൽ 5 വരെ വരുന്ന ക്വസ്റ്റ്യൻസില് ഓരോ സബ് ക്വസ്റ്റ്യനും 5 മാർക്കാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. അതായത് ക്വസ്റ്റ്യൻ 2ൽ ഇപ്പൊ 3 സബ് ക്വസ്റ്റ്യൻ ആണ്, ABCD എന്നാണ് പറഞ്ഞിട്ടാണ് ഉള്ളതെങ്കിൽ ഓൾഡ് വേർഷൻ ആണെങ്കിൽ അതിൽ എന്താ പറയുന്നത്, എക്കും 10, ബിക്കും 10, സിക്കും 10 എന്നുള്ളൊരു ഫോമാറ്റിലാണ്. എന്നാൽ പുതിയത് വന്നിട്ടുള്ളത് എക്കും 5, ബിക്കും 5, സിക്കും 5 എന്ന് പറഞ്ഞിട്ട് ഫോമാറ്റിലാണ്. സോ നമുക്ക് ഏത് രീതിക്കുള്ളത് എക്സ്പെക്ട് ചെയ്യാം. 2 രീതിക്കും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ മെയിൻ ആയിട്ട് നോക്കേണ്ടത് വെർച്വൽ ഫംഗ്ഷൻസ്. C++ൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് വെർച്വൽ ഫംഗ്ഷൻസ്. റൺ ടൈം പോളിമോർഫിസത്തിൽ വരുന്നതാണ്. പോളിമോർഫിസം എന്താണെന്നും അബ്സ്ട്രാക്ട് ക്ലാസ് എന്താണെന്നും നിർബന്ധമായിട്ടും പഠിച്ചിട്ടുണ്ടായിരിക്കണം. കാരണം എന്താ പറയുന്നത്, ഒരു 2 or 3 ക്വസ്റ്റ്യൻസ് ഈ ഒരു പോർഷനിൽ നിന്ന് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും കാണാറുണ്ട്. സോ ഈ പറഞ്ഞിട്ടുള്ള ടോപ്പിക്സ് സ്കിപ്പ് ചെയ്യാതെ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഇനി ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു ബ്ലൂ പ്രിന്റ് ആണ് കൊടുത്തത്. ഷോർട്ട് നോട്ട്സ് ആയിട്ട് ചോദിക്കാം. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഫോക്കസിങ് ഓൺ ടോക്കൺസ്, അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഷോർട്ട് നോട്ട് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ അതൊരു 15% ആണ് ചാൻസ് വരാൻ വേണ്ടിയിട്ട്. കമ്പയർ ആൻഡ് ഡിഫറൻഷിയേറ്റ്, നമുക്കറിയാം അല്ലെ, കമ്പയർ ചെയ്യുന്ന നമ്മൾ 2 എണ്ണം തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന മാതിരിയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതാണെങ്കിൽ 20% ആണ്. ഇനി 25% പ്രോഗ്രാമിംഗ്. ഒബ്വിയസ്ലി ഇതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ പ്രോഗ്രാംസ് എന്തായാലും ചോദിക്കുന്നുണ്ടായിരിക്കും. അതൊരു 25% ചാൻസ് ഉണ്ട്. ഇനി കൺസെപ്ച്വൽ തിയറി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരു 40% കിടക്കുന്നുണ്ടാവും. ഇതാണ് നമ്മുടെ എക്സാം പേപ്പറിന്റെ ഒരു സ്ട്രക്ചർ ആയിട്ട് വരുന്നത്. ഇനി ഹൈ ഈൽഡ് സിലബസ് മാപ്പിംഗ് ആണ് പറഞ്ഞത്. യൂണിറ്റ് അനുസരിച്ച് നമ്മൾ മാറ്റുന്നതാണ്. ഇവിടെ ഹൈ ഈൽഡ്, അതായത് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട യൂണിറ്റ്സിന് നമ്മൾ 3 സ്റ്റാർ കൊടുക്കുന്നുണ്ടായിരിക്കും. മീഡിയം ഈൽഡ് ആയിട്ട് കുഴപ്പമില്ലാത്ത രീതിക്ക് ഫോളോ ചെയ്യേണ്ടതിന് 2 സ്റ്റാർ കൊടുക്കുന്നുണ്ടാവും. തീരെ അങ്ങനെ നോക്കാണ്ടിരിക്കേണ്ടതിന് ലോ ഈൽഡ് കൊടുക്കും. ഈ റിവിഷൻ സെഷനിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ലേണേഴ്സ് ഒരിക്കലും ഈ ലോ ഈൽഡ് സ്കിപ്പ് ചെയ്യാതെ നോക്കുക. കാരണം അവർക്ക് ഒരു ഫുൾ മാർക്ക് ഒക്കെ എക്സ്പെക്ട് ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. അവർക്ക് ഈ ലോ ഈൽഡും കൂടി നോക്കിയാൽ മാത്രമേ കാര്യം ഉണ്ടാവും. എന്നാൽ ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാത്തവരാണെങ്കിൽ ലോ ഈൽഡ് ഒന്നും ഫോക്കസ് ചെയ്യാതെ നേരത്തെ തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസിലോട്ടേക്ക് പോകാൻ വേണ്ടി നോക്കുക. വെയിറ്റേജ് കൊടുക്കുന്ന 50% ടൈം ഈ 3 സ്റ്റാർ ഹൈ ഈൽഡിന് കൊടുക്കണം. 30% ടൈം 2 സ്റ്റാർ ലോ മീഡിയം ഈൽഡിന് കൊടുക്കണം. 20% ടൈം ലോ ഈൽഡ് 1 സ്റ്റാറിന് കൊടുക്കണം. നോക്കാം. ബ്ലോക്ക് 1ലുള്ള യൂണിറ്റ് 1 എന്ന് പറയുന്നത് ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്. ഊപ്പിന്റെ മെയിൻ ആയിട്ട് വരുന്ന ഊപ്പും സ്ട്രക്ചറും തമ്മിലുള്ള ഡിഫറൻസ് കാര്യങ്ങളൊക്കെയാണ് 7 തവണ ചോദിച്ചിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചത് December 2025 ആണ്. സോ എന്താണ് 2 സ്റ്റാർ ആണ് കൊടുത്തിട്ടുള്ളത്. എന്നാലും അതെന്താണ് ഹൈ ഈൽഡ് സാധനം തന്നെയാണ്. ഇതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ കുറെ ഒന്നും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് 2 സ്റ്റാർ ആക്കിയിട്ട് കൊടുത്തിട്ടുള്ളത്. ബ്ലോക്ക് 1ലെ തന്നെ യൂണിറ്റ് 2 ഇൻട്രോഡക്ഷൻ ടു C++ന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഡേറ്റ ടൈപ്സ്, ടോക്കൻസ് എന്താണെന്ന്, അങ്ങനെ കൺട്രോൾ സ്ട്രക്ചേഴ്സ്, അങ്ങനത്തെ സിമ്പിൾ കാര്യങ്ങളാണ് പറഞ്ഞു പോവുക. 8 തവണ ചോദിച്ചിട്ടുണ്ട്. December 2025 ലേറ്റസ്റ്റ് ചോദിച്ചത്. ഹൈ ഈൽഡ് ആണ്, ഹൈ പ്രയോറിറ്റി ആണ്, സ്കിപ്പ് ചെയ്യാനേ പാടില്ല.
ഇനി യൂണിറ്റ് 3 വരുമ്പോഴാണെങ്കിൽ ഒബ്ജക്റ്റ് ആൻഡ് ക്ലാസസ് ആണ്. അതും അഗെയിൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഊപ്പ് കോൺസെപ്റ്റിൽ വരുന്ന മേജർ ആയിട്ടുള്ള കോൺസെപ്റ്റുകളാണ്. 8 തവണ ചോദിച്ചിട്ടുണ്ട്. ഡിസംബർ 2025 ആണ്. ഹൈ ആണ്. 3 സ്റ്റാർ കൊടുത്തിട്ടുണ്ട്. കൺസ്ട്രക്ടേഴ്സ് ആൻഡ് ഡിസ്ട്രക്ടേഴ്സ് എല്ലാവർക്കും അറിയുന്നതാണ്. നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷൻ ആണ്. കൺസ്ട്രക്ടർ എന്താ ഡിസ്ട്രക്ടർ എന്താന്ന് ഡയറക്റ്റും ചോദിക്കാം, അല്ലാതെ പ്രോഗ്രാം ബേസ്ഡിലും ചോദിക്കാം. 8 തവണ ചോദിച്ചിട്ടുണ്ട്. ഹൈ ആണ്. ഇൻഹെറിറ്റൻസ് ഗ്രൂപ്പിൽ വരുന്ന മേജർ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് അല്ലെ, അത് ചോദിച്ചിട്ടുണ്ട്. 8 തവണ ചോദിച്ചിട്ടുണ്ട്. ഹൈ ഈൽഡ് തന്നെയാണ്. സോ ഇതിപ്പോ മീഡിയം ഈൽഡിലാണ് കൊടുത്തിട്ടുള്ളത്, ബട്ട് ഹൈ ഈൽഡ് തന്നെയാണ്. എന്തായാലും സ്കിപ്പ് ചെയ്യാതെ പഠിക്കാൻ വേണ്ടി നോക്കുക. 8 തവണ ചോദിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സ്കിപ്പ് ചെയ്യരുത്. ഓപ്പറേറ്റർ ഓവർലോഡിങ് നമ്മുടെ പോളിമോർഫിസത്തിൽ, സ്റ്റാറ്റിക് പോളിമോർഫിസത്തിൽ വരുന്ന വേറൊരു പോർഷൻ ആണ്. സോ നിർബന്ധമായിട്ടും പഠിക്കണം. സ്കിപ്പ് ചെയ്യരുത്. 8 തവണ ചോദിച്ചിട്ടുണ്ട്. പോളിമോർഫിസം ആൻഡ് വെർച്വൽ ഫംഗ്ഷൻ അഗെയിൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ഊപ്പിൽ വരുന്ന മേജർ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് പോളിമോർഫിസം. അതിൽ റൺ ടൈം പോളിമോർഫിസത്തിൽ വരുന്നതാണ് വെർച്വൽ ഫംഗ്ഷൻ. അതും 8 തവണ ചോദിച്ചിട്ടുണ്ട്. ഹൈ ആണ്. ഇനി സ്ട്രീംസ് ആൻഡ് ഫയൽസ് നിങ്ങൾക്ക് കുറച്ചൊരു ആശ്വാസം കിട്ടി. 5 തവണയാണ് ചോദിച്ചത്. ബട്ട് 5 തവണ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, റിപ്പീറ്റഡ് ആണ് സാധനം. സോ ഒഴിവാക്കാനുള്ള ഒരു നിർവാഹമില്ല. നിർബന്ധമായും പഠിക്കണം. ബാക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറവായത് കൊണ്ടാണ് ലോ ഈൽഡ് 1 സ്റ്റാർ കൊടുത്തിട്ടുള്ളത്. ഇനി ബ്ലോക്ക് 3 യൂണിറ്റ് 2 ആയിട്ടുള്ള എന്താണ്, ടെംപ്ലേറ്റ്സ് ആൻഡ് സ്റ്റാൻഡേർഡ് ടെംപ്ലേറ്റ് ലൈബ്രറി. STL ഒന്നും ഒരിക്കലും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. സോ 8 തവണ ചോദിച്ചിട്ടുണ്ട്. ഹൈ ഈൽഡ് തന്നെയാണ്. പക്ഷെ ഇപ്പോൾ ഇതില് മീഡിയം ഈൽഡിലാണ് കൊടുത്തത്. സ്കിപ്പ് ചെയ്യാൻ പാടില്ല. പഠിച്ചേ പറ്റുള്ളൂ. ഇനി അടുത്തത് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ആണ്. എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷനും കൂടിയാണ്. ജസ്റ്റ് എക്സെപ്ഷൻ എന്താണെന്നും ട്രൈ ക്യാച്ച് കീവേഡ്സും സ്പെസിഫൈ ചെയ്യാം. ഡിസംബർ 2025 ആണ് ലേറ്റസ്റ്റ് ചോദിച്ചത്. മീഡിയം ഈൽഡാണ്. 2 സ്റ്റാർ കൊടുത്തിട്ടുണ്ട്. പിന്നെ കേസ് സ്റ്റഡി നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. അതിലൊന്നും ഒരിക്കലും ക്വസ്റ്റ്യൻസ് ഉണ്ടായിട്ടില്ല. ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും ചോദിക്കുന്നുണ്ടായിട്ടില്ല. കംപ്ലീറ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്താലും ഒരു കുഴപ്പമില്ല കേട്ടോ. ലോ ഈൽഡാണ് കൊടുത്തിട്ടുള്ളത്. ഇനി പറഞ്ഞ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ തന്നെ ഒരു എന്താണ്, ഹീറ്റ് മാപ്പ് കാറ്റഗറിയാണ് കൊടുത്തിട്ടുള്ളത്. ഓരോ യൂണിറ്റിൽ നിന്നും എത്ര വെച്ചിട്ട് ചോദിച്ചു എന്നുള്ളതിന്റെ ഒരു ഹീറ്റ് മാപ്പ് റെപ്രസെന്റേഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഈ റെഡിൽ കിടക്കുന്നത് ഹൈ ഈൽഡാണ്. ഈ ഒരു യെല്ലോയിൽ കിടക്കുന്ന മീഡിയം ഈൽഡാണ്. ഈ ഒരു എന്താണ്, ഒരു ലൈറ്റ് ബ്ലൂ ഗ്രീൻ ഷെയ്ഡ് കിടക്കുന്നത് എന്താണ്, ലോ ഈൽഡ് കാറ്റഗറിയാണ്. ഇനി അതിന്റെ തന്നെ ഒരു ബാർ ചാർട്ട് റെപ്രസെന്റേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. നോക്കിയാൽ മതി. വെർച്വൽ ഫംഗ്ഷന് പോളിമോർഫിസം അബ്സ്ട്രാക്ട് ക്ലാസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതുകൊണ്ടാണ് അതിന് 24 കൊടുക്കുന്നത്. ഏറ്റവും വലിയ ബാർ അതാണ് അല്ലെ. പിന്നെ ഓരോ ടൈപ്പിനനുസരിച്ച് ക്ലാസ്, ഒബ്ജക്ട്, ആക്സസ്, സ്പെസിഫയേഴ്സ് എന്തായാലും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടിരിക്കും. നിർബന്ധമായിട്ടുണ്ടായിരിക്കും. സ്കിപ്പ് ചെയ്ത് ഓരോന്നിന്റെയും ബാർ ചാർട്ട് റെപ്രസെന്റേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്കിലോട്ടേക്ക് പോവാണ്. ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാത്ത ലേണേഴ്സ് ആണെങ്കിൽ ഈ ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്ക് ആണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. അതില് ഇൻട്രൊഡക്ഷൻ ടു C++ എന്ന് പറഞ്ഞ യൂണിറ്റില് എന്താ പറയുന്നത്, 5 ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ഈ ഒരു നമ്മുടെ ഫയറിന്റെ സിമ്പല് വരുന്നത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. സോ അത് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യാം. മറ്റുള്ളതും പഠിക്കണം, പഠിക്കണ്ടെന്നല്ല. ബട്ട് ഈ ഒരു 2 ഈ കളറിൽ കൊടുത്തിട്ട് വരുന്നത് ഏതൊക്കെയാണ് അത് നിർബന്ധമായിട്ടും പഠിക്കണം. ഫസ്റ്റ് വൺ തന്നെ എന്താണ്, ആക്സസ് സ്പെസിഫയേഴ്സ് ആണ്. ആക്സസ് സ്പെസിഫയർ എന്താണെന്ന് അറിയില്ലേ? പ്രൈവറ്റ്, പ്രൊട്ടക്റ്റഡ്, പബ്ലിക് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്ന മെമ്പേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതെന്താണെന്നാണ് പറയുന്നത്. എക്സ്പ്ലെയിൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആക്സസ് സ്പെസിഫയേഴ്സ് അവൈലബിൾ ഇൻ C++. പ്രൊട്ടക്റ്റഡ്, പ്രൈവറ്റ്, പബ്ലിക് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. അതിന് ഓരോ പ്രോഗ്രാം ഇട്ട് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചതാണ്. പാർ സിമ്പൽ ഇട്ട് ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാത്തവർ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യും. വാട്ട് ഈസ് ആൻ ഇൻലൈൻ ഫംഗ്ഷൻ ഇൻ C++? എക്സ്പ്ലെയിൻ ദ യൂട്ടിലിറ്റി ഓഫ് ഇൻലൈൻ ഫംഗ്ഷൻ. ഇൻലൈൻ ഫംഗ്ഷൻ ഇൻലൈൻ കീവേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യാന്ന് പറഞ്ഞു. കുഞ്ഞു ഫംഗ്ഷൻ ആയിരിക്കും യൂഷ്വലി ഇൻലൈൻ ആയിട്ട് കൊടുക്കുന്നുണ്ടായിരിക്കാം. ഫംഗ്ഷൻ കോൾ ഓവർ ഹെഡ് കുറക്കാൻ വേണ്ടിയിട്ടാണ്. അഥവാ ഇൻലൈൻ ഫംഗ്ഷന്റെ കോള് വരുമ്പോൾ കമ്പൈലർ എന്ത് ചെയ്യും, ആ കോഡ് കൊണ്ടുപോയിട്ട് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടായിരിക്കും എക്സിക്യൂട്ട് ചെയ്യും. വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എക്സിക്യൂഷൻ അല്ലെ. അതിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഒരു പ്രോഗ്രാം നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക ഇൻലൈൻ ഫംഗ്ഷന് വേണ്ടിയിട്ട്. ഇനി വാട്ട് ഈസ് സ്ട്രീം മാനിപ്പുലേറ്റർ? സ്ട്രീം എന്താണ്, ഫ്ലോ ഓഫ് ഡേറ്റ ആണ് അല്ലെ. അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന കുറച്ച് സംഭവങ്ങൾ, ഫംഗ്ഷൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ തന്നെ സെറ്റ് ഡബ്ല്യു. സെറ്റ് ഡബ്ല്യു എന്താണ്, നെക്സ്റ്റ് ഔട്ട്പുട്ട് ഫീൽഡിന്റെ വിഡ്ത് സെറ്റ് ചെയ്യുന്നതാണ് അല്ലെ. സെറ്റ് പ്രിസിഷൻ എന്താണ്, നമ്മുടെ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറിൽ എവിടെ പ്രിസിഷൻ കൊടുക്കണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നതാണ് അല്ലെ, സെറ്റ് പ്രിസിഷൻ. രണ്ടും എന്താണ്, സ്ട്രീം മാനിപ്പുലേറ്ററിൽ വരുന്നതാണ്. ഇനി അടുത്തത് വാട്ട് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ കീവേഡ് ആൻഡ് ആൻ ഐഡന്റിഫയർ? ബോത്ത് ആർ എന്താണ്,
ടോക്കൺസിൽ വരുന്ന ഒരു കാറ്റഗറിയാണ് അല്ലെ. കീവേഡ് എന്ന് പറഞ്ഞാൽ റിസർവ്ഡ് ആയിട്ടുള്ള വേർഡ്സ് ആണ്. ഓൾമോസ്റ്റ് ഒരു 48 above കീവേഡ്സ് C++ ഉണ്ട്. ലോവർ കേസ് ലെറ്ററിലായിരിക്കും അപ്പിയർഡ് ആവുന്നുണ്ടാവുക. അതിനൊരു 2-3 എക്സാമ്പിൾ കൊടുക്കുക. ഇനി ഐഡന്റിഫയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ വേരിയബിൾസിനും ക്ലാസിനും ഒക്കെ പേര്, ഫംഗ്ഷൻ ഒക്കെ പേര് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് അല്ലെ ഐഡന്റിഫയർ. ഐഡന്റിഫയറിന് സർട്ടൈൻ റൂൾസ് ഉണ്ട്. ഡിജിറ്റിൽ ബിഗിൻ ചെയ്യാൻ പാടില്ല. നമ്പേഴ്സ്, ആൽഫബറ്റ്സ്, അണ്ടർസ്കോർ ആണ് അലൗഡ് ആയിട്ടുള്ളത്. കീവേഡ്സ് ഒരിക്കലും ഐഡന്റിഫയർ ആയി യൂസ് ചെയ്യരുത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കുക. പ്രോഗ്രാമും നമ്മള് തിയറി പോർഷൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നതെങ്കിലും പ്രോഗ്രാം എടുത്ത് നിങ്ങൾ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് എക്സ്ട്രാ മാർക്ക് കിട്ടുന്നുണ്ടായിരിക്കും. ഇതൊരു എസ്പെഷ്യലി ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇനി അടുത്തത് എന്താണ്? ഒബ്ജക്റ്റ് ആൻഡ് ക്ലാസസിന് ചോദിച്ചത് വാട്ട് ഈസ് എൻകാപ്സുലേഷൻ. എൻകാപ്സുലേഷൻ ഊപ്പിൽ വരുന്ന ഒരു മേജർ കോൺസെപ്റ്റ് ആണ്. റാപ്പിംഗ് അപ്പ് ഓഫ് ഡേറ്റ ആൻഡ് ഫംഗ്ഷൻസ് ഇൻ എ സിംഗിൾ യൂണിറ്റ് അല്ലെ. അതിൽ ക്ലാസ് തന്നെ ഒരു എൻകാപ്സുലേഷൻ എക്സാമ്പിൾ ആണ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ എൻകാപ്സുലേഷൻ ആൻഡ് ഇൻഫോർമേഷൻ ഹൈഡിങ് ആൻഡ് അബ്സ്ട്രാക്ഷൻ. ഇൻഫർമേഷൻ ഹൈഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ക്ലാസിന്റെ ഒക്കെ ഇംപ്ലിമെന്റേഷൻ ഡീറ്റെയിൽസ് ഹൈഡ് ചെയ്ത് വെക്കുക അല്ലെ, ഫോർ സെക്യൂരിറ്റി പർപ്പസ്. അബ്സ്ട്രാക്ഷൻ ആണെങ്കിൽ എന്താ? എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഷോ ചെയ്യും, ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് ഹൈഡ് ആകും. പ്രോഗ്രാം കൊടുത്തിട്ട് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി വാട്ട് ഈസ് എ ഫ്രണ്ട് ഫംഗ്ഷൻ? ഫ്രണ്ട് ഫംഗ്ഷൻ എന്താണ്? ഫ്രണ്ട് കീവേഡ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അതെന്താണ്? ഒരു ക്ലാസിന്റെ പുറത്തായിരിക്കും അല്ലെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നുണ്ടാവുക. പക്ഷെ ഫ്രണ്ട് ആയിട്ട് വരുന്ന ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ അതിനെന്താണ്? വേറൊരു ക്ലാസ്സിലുള്ള ഫംഗ്ഷനെയും ആക്സസ് ചെയ്യാനുള്ള കഴിവുണ്ട് അല്ലെ. ഹൗ ഡസ് ഇറ്റ് ഡിഫർ ഫ്രം മെമ്പർ ഫംഗ്ഷൻ? മെമ്പർ ഫംഗ്ഷൻ ഒരു ക്ലാസിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന ഫംഗ്ഷനെയാണ് മെമ്പർ ഫംഗ്ഷനിൽ വിളിക്കുന്നുണ്ടാവുക. രണ്ടിനും ഓരോ എക്സാമ്പിൾ എടുത്ത് തന്നെ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. അടുത്തത് എന്താണ്? ഇതിലുള്ള 4 ക്വസ്റ്റ്യൻസ് എന്താണ്? റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. വാട്ട് ഈസ് ദിസ് പോയിന്റർ ഇൻ C++? ദിസ് പോയിന്റർ എന്താണ്? കറണ്ട് ഒബ്ജക്റ്റിനെ റെഫർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് അല്ലെ. എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദിസ് പോയിന്റർ വിത്ത് ആൻ എക്സാമ്പിൾ പ്രോഗ്രാം. ഒരു എക്സാമ്പിൾ പ്രോഗ്രാം ഇട്ടിട്ട് നമ്മൾ ജാവയിലൊക്കെ ദിസ് കീവേഡ് യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മുടെ C++ൽ ദിസ് പോയിന്റർ കറണ്ട് ആയിട്ടുള്ള ഒബ്ജക്റ്റിനെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു പ്രോഗ്രാം ഇട്ടിട്ട് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ട് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കാം. വാട്ട് ആർ സ്റ്റാറ്റിക് ഡേറ്റ മെമ്പേഴ്സ് ആൻഡ് സ്റ്റാറ്റിക് മെമ്പർ ഫംഗ്ഷൻസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സ്റ്റാറ്റിക് ആയിട്ട് ഡിക്ലെയർ ചെയ്യുമ്പോൾ പ്രത്യേകത എന്താണ്? എത്ര ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്താലും നമ്മുടെ സ്റ്റാറ്റിക് മെമ്പറിന്റെ ഒരു കോപ്പി ആയിരിക്കും എല്ലാ ഒബ്ജക്റ്റിനും പാസ്സായിട്ട് പോകുന്നുണ്ടായിരിക്കും അല്ലെ. ഇനി സ്റ്റാറ്റിക് മെമ്പർ ഫംഗ്ഷൻ ആണെങ്കിൽ എന്താണ്? കോൾ ചെയ്യാൻ നമ്മൾ ഒബ്ജക്റ്റ് യൂസ് ചെയ്തുകൊണ്ടല്ല വിളിക്കുക, ക്ലാസിന്റെ പേര് വിളിച്ചിട്ട് തന്നെയാണ്. ക്ലാസിന്റെ പേര് ഡോട്ട് മെമ്പർ എന്നുള്ള രീതിക്കാണ് അല്ലെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടാവുക. അതിന് പ്രോഗ്രാം കൊടുത്തിട്ട് എക്സാമ്പിൾ ആയിട്ട് എഴുതാം കേട്ടോ. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഇനി അടുത്തത് പോളിമോർഫിസം ആൻഡ് വെർച്വൽ ഫംഗ്ഷൻസിലോട്ടേക്ക് വരുമ്പോൾ വാട്ട് ആർ വെർച്വൽ ഫംഗ്ഷൻസ് എന്നാണ് ചോദിക്കുന്നത്. ഹൗ ഡു വെർച്വൽ ഫംഗ്ഷൻസ് ഡിഫർ ഫ്രം പ്യുവർ വെർച്വൽ ഫംഗ്ഷൻ? വെർച്വൽ ഫംഗ്ഷൻസ് യൂഷ്വലി എവിടെ വരുന്നതാണ്? നമ്മുടെ റൺ ടൈം പോളിമോർഫിസം അച്ചീവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് വെർച്വൽ ഫംഗ്ഷൻസ്. ഇനി പ്യുവർ വെർച്വൽ ഫംഗ്ഷൻസും സാധാ വെർച്വൽ ഫംഗ്ഷൻസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? സാധാ വെർച്വൽ ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മുടെ ബേസ് ക്ലാസ്സിലായിരിക്കും അതിന്റെ ഇംപ്ലിമെന്റേഷൻ ഉണ്ടാവുക. സബ് ക്ലാസ് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം, ഡിഫൈൻ ചെയ്യാം, ഇല്ലെങ്കിൽ യൂസ് ചെയ്യില്ല. എന്നാൽ പ്യുവർ വെർച്വൽ ഫംഗ്ഷൻ ആണെങ്കിൽ എന്താ ഡിഫറൻസ്? നമ്മുടെ സബ് ക്ലാസ് നിർബന്ധമായിട്ടും അതിനെ ഓവർറൈഡ് ചെയ്തിരിക്കണം അല്ലെ. അതല്ല രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. ഒരു സാധാ വെർച്വൽ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ വെർച്വൽ കീവേഡ് യൂസ് ചെയ്യും. പ്യുവർ വെർച്വൽ ഫംഗ്ഷൻ ആണെങ്കിൽ വെർച്വൽ ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇനി വാട്ട് ഈസ് റൺ ടൈം പോളിമോർഫിസം? ലേറ്റ് ബൈൻഡിങ് ആണ് അല്ലെ. നമ്മുടെ മെമ്മറി അലോക്കേഷൻ നടക്കുന്നത് റൺ ടൈമിലാണ്, ഡൈനാമിക് ആണ്. എക്സ്പ്ലെയിൻ ദ യൂട്ടിലിറ്റി വിത്ത് ആൻ എക്സാമ്പിൾ. ഒരു എക്സാമ്പിൾ കൊടുക്കുക റൺ ടൈം പോളിമോർഫിസത്തിന്. എക്സ്പ്ലെയിൻ ദ അസോസിയേഷൻ ഓഫ് ഡൈനാമിക് ബൈൻഡിങ് ആൻഡ് റൺ ടൈം പോളിമോർഫിസം. നമ്മുടെ എന്താണ് മെമ്മറി അലോക്കേഷൻ റൺ ടൈമിലാണ് നടക്കുന്നത്. അപ്പൊ അതെന്താണ്? സ്റ്റാറ്റിക് അല്ല, ഡൈനാമിക് ആണ്, വേരിയബിൾ ആവും അല്ലെ. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള മെമ്മറി അലോക്കേഷൻ ആണ് നടക്കുന്നത്. അതാണ് ഡൈനാമിക് ബൈൻഡിങ്ങും നമ്മുടെ റൺ ടൈം പോളിമോർഫിസവും തമ്മിലുള്ള കണക്ഷൻ. അതിനെ വെച്ചിട്ട് ഒരു പ്രോഗ്രാം എക്സാമ്പിൾ ആയിട്ട് കൊടുക്കാൻ വേണ്ടി നോക്കുക. വാട്ട് ഈസ് ആൻ അബ്സ്ട്രാക്ട് ക്ലാസ്? ഹൗ ഇറ്റ് ഈസ് ഇംപ്ലിമെന്റഡ് ഇൻ C++ വിത്ത് എ സ്യൂട്ടബിൾ പ്രോഗ്രാം എന്നാണ് പറയുന്നത്. അബ്സ്ട്രാക്ട് ക്ലാസ് നമ്മൾ അബ്സ്ട്രാക്ട് ക്ലാസ് പഠിക്കുന്നില്ലേ, അതിൽ എന്തായിരിക്കും? ഒരു പ്യുവർ വെർച്വൽ ഫംഗ്ഷൻ നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കും അല്ലെ അബ്സ്ട്രാക്ട് ക്ലാസ്സിന്. അബ്സ്ട്രാക്ട് ക്ലാസ്സിന്റെ ഒരു പ്രോഗ്രാം കൊടുക്കുക. ഹൗ ഇറ്റ് ഈസ് ഇംപ്ലിമെന്റഡ് ഇൻ C++, അതിനൊരു പ്രോഗ്രാം എക്സാമ്പിൾ ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി റൈറ്റ് C++
പ്രോഗ്രാം ടു ഡിഫൈൻ എ ക്ലാസ് ടീച്ചർ എന്ന് പറഞ്ഞൊരു ക്ലാസ് കൊടുക്കുക, അല്ലെങ്കിൽ എംപ്ലോയി കൊടുക്കുക വിത്ത് എ വെർച്വൽ ഫംഗ്ഷൻ സാലറി എന്ന് പറഞ്ഞൊരു വെർച്വൽ ഫംഗ്ഷൻ ഉണ്ടായിരിക്കണം. ഡിറൈവ്ഡ് ക്ലാസ് അതിനെ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കണം. സിമ്പിൾ ആയിട്ടുള്ള പ്രോഗ്രാം ആണ്. അത് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. കറക്റ്റ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടുന്നുണ്ടായിരിക്കും. ഇനി കൺസ്ട്രക്ടേഴ്സ് ആൻഡ് ഡിസ്ട്രക്ടേഴ്സിന് വരികയാണെങ്കിൽ കൺസ്ട്രക്ടർ എന്താണെന്ന് നമുക്കറിയാം. ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ കൺസ്ട്രക്ടർ ഓട്ടോമാറ്റിക്കലി ഇൻവോക്ക് ആവും അല്ലെ, ഒബ്ജക്റ്റിനെ ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കൺസ്ട്രക്ടർ ഓവർലോഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ക്ലാസിന്റെ ഉള്ളിൽ സെയിം നെയിം ഉള്ള കൺസ്ട്രക്ടേഴ്സ് ഉണ്ടായിരിക്കും, പക്ഷെ പാസ് ചെയ്യുന്ന ആർഗ്യുമെന്റ് ലിസ്റ്റിൽ എണ്ണത്തിലും ടൈപ്പിലും ഡിഫറൻസ് ഉണ്ടായിരിക്കും അല്ലെ. സാധാ ഫംഗ്ഷൻ ഓവർലോഡിംഗ് പോലെ തന്നെയാണ് കൺസ്ട്രക്ടർ ഓവർലോഡിംഗ്. എക്സാമ്പിൾ ഇട്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി വാട്ട് ഈസ് ദ റോൾ ഓഫ് കോപ്പി കൺസ്ട്രക്ടർ? ഒരു ടൈപ്പ് ഓഫ് കൺസ്ട്രക്ടർ ആണ് അല്ലെ. ഒരു ഒബ്ജക്റ്റിന്റെ വാല്യൂ കോപ്പി ചെയ്തെടുക്കുകയാണ്. പേരിൽ തന്നെ ക്ലിയർ ആണ്. കോപ്പി കൺസ്ട്രക്ടറും ഡിഫോൾട്ട് കൺസ്ട്രക്ടറും ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഡിഫോൾട്ട് കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫോൾട്ട് വാല്യൂ വെച്ച് ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ പ്രത്യേകിച്ച് വാല്യൂ ഒന്നും പാസ് ചെയ്തിട്ടുണ്ടാവില്ല അല്ലെ. ഇനി വാട്ട് ആർ ഡിസ്ട്രക്ടേഴ്സ്? എന്താ? കൺസ്ട്രക്ടേഴ്സിന്റെ നേരെ ഓപ്പോസിറ്റ് സാധനമാണ്. കൺസ്ട്രക്ടർ ഉപയോഗിച്ച് അലോക്കേറ്റ് ചെയ്ത മെമ്മറിനെ ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ട്രോയ് ചെയ്യണം, ഇല്ലെങ്കിൽ മെമ്മറി വെറുതെ പാഴാവും അല്ലെ. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഡിസ്ട്രക്ടേഴ്സ്. എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ഡിസ്ട്രക്ടേഴ്സ് ഇൻ മെമ്മറി മാനേജ്മെന്റ് വിത്ത് ആൻ എക്സാമ്പിൾ. ഡിസ്ട്രക്ടർ യൂസ് ചെയ്ത് ഡിസ്ട്രോയ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വെറുതെ മെമ്മറി വേസ്റ്റ് ആയിട്ട് കിടക്കും. മെമ്മറി അങ്ങനെ വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെ. അപ്പൊ അതാണ് ചോദിച്ചിട്ടുള്ളത്. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് എല്ലാം. എക്സ്പ്ലെയിൻ മെമ്മറി അലോക്കേഷൻ ആൻഡ് ഡി അലോക്കേഷൻ ഇൻ C++. ന്യൂ ആൻഡ് ഡിലീറ്റ് ഓപ്പറേറ്റർ. ന്യൂ ഓപ്പറേറ്റർ യൂസ് ചെയ്ത് ഡൈനാമിക്കലി മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നു. ഡിലീറ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് ആ മെമ്മറിനെ ഡി അലോക്കേറ്റ് ചെയ്യുന്നു. കൺസ്ട്രക്ടർ ഡിസ്ട്രക്ടർ മാറ്റി തന്നെയാണ്. അതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി എന്താ പറയുന്നത്? ഹൗ ഇസ് മെമ്മറി അലോക്കേറ്റഡ് വെൻ എ ക്ലാസ് ഇസ് ഡിക്ലെയർഡ് വേഴ്സസ് ഇൻസ്റ്റാൻഡേറ്റഡ് എന്നാണ് പറയുന്നത്. ഡിക്ലെയർ ആയി കഴിഞ്ഞാൽ മെമ്മറി ക്രിയേറ്റ് ആവുമോ? ഇല്ല. അത് ജസ്റ്റ് ഒരു ബ്ലൂ പ്രിന്റ് മാത്രമാണ്. അതിന്റെ ഒബ്ജക്റ്റ്, ക്ലാസിന്റെ ഒബ്ജക്റ്റ് എപ്പോഴാണോ ഇനീഷ്യലൈസ് ആവുന്നത്, ക്രിയേറ്റ് ആവുന്നത്, ആ സമയത്തായിരിക്കും മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഇൻഹെറിറ്റൻസ് എന്നാണ് ചോദിച്ചത്. വാട്ട് ഈസ് ഇൻഹെറിറ്റൻസ്? ഇൻഹെറിറ്റൻസ് ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എ ക്ലാസ് ടു ഇൻഹെറിറ്റ്സ് പ്രോപ്പർട്ടീസ് ഫ്രം അനദർ ക്ലാസ്. അല്ലെ, വേറൊരു ക്ലാസിന്റെ പ്രോപ്പർട്ടീസ് ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലാസിന്റെ കേപ്പബിലിറ്റിനെയാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഡിഫറെന്റ് ടൈപ്സിന്റെ മൾട്ടിപ്പിൾ, മൾട്ടി ലെവൽ, ഹൈറാർക്കിക്കൽ, ഹൈബ്രിഡ് എന്നൊക്കെ പറഞ്ഞത് അത് ഡിഫൈൻ ചെയ്യാം. മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുമ്പോൾ മോർ ദാൻ വൺ ബേസ് ക്ലാസ് ഉണ്ടാവും അല്ലെ. ഒരു സബ് ക്ലാസും മോർ ദാൻ വൺ ബേസ് ക്ലാസ് ഉണ്ടാവും. മെയിൻ ആയിട്ടുള്ള ഡ്രോബാക്ക് എന്ന് പറയുന്നത് ആംബിഗ്യൂറ്റി പ്രോബ്ലം, ഡയമണ്ട് പ്രോബ്ലം എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതാണ്. മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്, മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് കമ്പാരിസൺ ചെയ്യാൻ പറയുന്നു. മൾട്ടി ലെവൽ ആവുമ്പോഴെന്താണ്? ഒരു ബേസ് ക്ലാസ്സിന് ഒരു സബ് ക്ലാസ് ഉണ്ടാവും, ആ സബ് ക്ലാസ്സിന് വേറൊരു സബ് ക്ലാസ് ഉണ്ടാവും അല്ലെ. അതാണ് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്. ഇനി ഫോർ ക്ലാസസ് ഇൻ ആൻ ഇൻഹെറിറ്റൻസ് ഹൈറാർക്കി, ഡിസ്കസ് ദ ഓർഡർ ഓഫ് കൺസ്ട്രക്ടർ ആൻഡ് ഡിസ്ട്രക്ടർ കോൾ വിത്ത് ആൻ പ്രോഗ്രാം. എന്താ പറയുന്നത്? കൺസ്ട്രക്ടർ എങ്ങനെയാണ് എക്സിക്യൂട്ട് ആവും ഒരു ഇൻഹെറിറ്റൻസിൽ? ഫസ്റ്റ് ബേസ് ക്ലാസിന്റെ കൺസ്ട്രക്ടർ എക്സിക്യൂട്ട് ആവും, ദെൻ സബ് ക്ലാസിന്റെ, ആ ഒരു ഓർഡറിലേക്ക് പോവാം. ഡിസ്ട്രക്ടർ ഓഫ് നേരെ ഓപ്പോസിറ്റ്, ഫസ്റ്റ് സബ് ക്ലാസിന്റെ എക്സിക്യൂട്ട് ആവും, ലാസ്റ്റ് ബേസ് ക്ലാസിന്റെ എക്സിക്യൂട്ട് ആവും അല്ലെ. ഇനി അടുത്തത് ഓപ്പറേറ്റർ ഓവർലോഡിംഗിൽ വരുന്നതാണ്. വാട്ട് ഈസ് ഫംഗ്ഷൻ ഓവർലോഡ്? ഫംഗ്ഷൻ ഓവർലോഡിംഗ് എന്താണ്? ഫംഗ്ഷന്റെ പേര് സെയിം ആയിരിക്കും, പക്ഷെ പാസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സിന്റെ എണ്ണത്തിലും ടൈപ്പിലും ഡിഫറൻസ് ഉണ്ടായിരിക്കും അല്ലെ. ഹൗ ഇറ്റ് ഡിഫർ ഫ്രം ഫംഗ്ഷൻ ഓവർ റൈഡിങ്? എന്താ ഫംഗ്ഷൻ ഓവർ റൈഡിങ്? എന്താണ്? ബേസ് ക്ലാസ്സിൽ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യും, അത് സബ് ക്ലാസ്സും കൂടി യൂസ് ചെയ്യുന്നതാണ് അല്ലെ. എക്സ്പ്ലെയിൻ വിത്ത് C++ പ്രോഗ്രാം. സിമ്പിൾ ആണ്, എല്ലാത്തിനും ഒരു പ്രോഗ്രാം ഇട്ട് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കാം. വാട്ട് ഈസ് ഓപ്പറേറ്റർ ഓവർലോഡിങ്? എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഓപ്പറേറ്ററിന് ഒന്നിൽ കൂടുതൽ മീനിങ് കൊടുക്കുക അല്ലെ. ഫോർ എക്സാമ്പിൾ പ്ലസ് അഡിഷനും യൂസ് ചെയ്യുക, കോൺകാറ്റിനേഷൻ, സ്ട്രിംഗ് കോൺകാറ്റിനേഷന് വേണ്ടിയിട്ടും യൂസ് ചെയ്യും. Write a C++ program to overload plus operator to add two complex numbers. Operator overloading ഒരു എക്സാമ്പിൾ ആയിട്ട് ഇതാണ് പറഞ്ഞത്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചതാണ്. രണ്ടിനും ഫാർ സിമ്പിൾ ഉണ്ട്, സോ നിർബന്ധമായിട്ടും സ്കിപ്പ് ചെയ്യാതെ പഠിക്കും. ഇനി സ്ട്രീംസ് ആൻഡ് ഫയൽസിലോട്ടേക്ക് വരികയാണെങ്കിൽ, റൈറ്റ് എ പ്രോഗ്രാം ഇൻ C++ ടു ഓപ്പൺ ആൻ എക്സിസ്റ്റിംഗ് ഫയൽ ആൻഡ് ഇൻസേർട്ട് ടെക്സ്റ്റ് അറ്റ് ദ എൻഡ്, കോപ്പി കണ്ടൻസ് ഓഫ് വൺ ഫയൽ ടു അനദർ. അപ്പൊ ഫയല് ഓപ്പൺ ചെയ്യാൻ നമ്മൾ ഈ ഓഫ് സ്ട്രീമും ഇഫ് സ്ട്രീമും എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പോൾ ഇഫ് സ്ട്രീം ആണ് ഇൻപുട്ടിന് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്യുക. ഫയല് ശരിക്കും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോട്ട് ഫയൽ വെച്ചിട്ടൊക്കെ നമ്മൾ നോക്കും അല്ലെ. എന്നിട്ട് എന്താണ്, അതിലോട്ടേക്ക് എൻഡില് അപ്പൻഡ് മോഡിൽ ഓപ്പൺ ചെയ്യുക, ടെക്സ്റ്റ് അതിലോട്ടേക്ക് കൊടുക്കുക. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് വാട്ട് ഈസ് സ്ട്രീം ഇൻ C++? ഡാറ്റയുടെ ഫ്ലോനെയാണ് സ്ട്രീം എന്ന് പറയാം. CG, CP, TLG, TLP ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻസ്. വേരിയസ് ഫയൽ മോഡ്സ് ആണ്. CG ആണെങ്കിൽ എന്താണ്? മൂവ്സ് ഗെറ്റ് പോയിന്റർ ടു എ സ്പെസിഫൈഡ് ലൊക്കേഷൻ അല്ലെ. ഗെറ്റ് പോയിന്ററിനെ നമ്മൾ പറയുന്ന ലൊക്കേഷനിലോട്ടേക്ക് കൊണ്ടുപോകും.
പീക്ക് പി ആണെങ്കിൽ പുട്ട് പോയിന്ററിനെ റൈറ്റ് ചെയ്യേണ്ട പോയിന്ററിനെ നമ്മൾ പറയുന്ന സ്ഥലത്തോട്ടേക്ക് കൊണ്ടുപോകും. ടെൽ ജി ആണെങ്കിൽ എന്താണ്, നമ്മുടെ ഗെറ്റ് പോയിന്ററിന്റെ കറന്റ് പൊസിഷൻ നമുക്ക് റിട്ടേൺ ചെയ്ത് തരും. ടെൽ പി ആണെങ്കിലോ ഫുഡ് പോയിന്ററിന്റെ കറന്റ് പൊസിഷൻ നമുക്ക് റിട്ടേൺ ചെയ്ത് തരും. വളരെ സിമ്പിൾ അല്ലേ? അപ്പൊ അത് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. അടുത്തത് ടെംപ്ലേറ്റ്സ് ആൻഡ് സ്റ്റാൻഡേർഡ് ടെംപ്ലേറ്റ് ലൈബ്രറി ആകുമ്പോൾ വാട്ട് ഈസ് എ ക്ലാസ് ടെംപ്ലേറ്റ്? ടെംപ്ലേറ്റിൽ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ്, ക്ലാസ്സിലാണെങ്കിൽ ഒരു ഏകദേശം സ്ട്രക്ചേർഡ് ടൈപ്പ് ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. ടെംപ്ലേറ്റിൽ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ആയിട്ടുള്ളത് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ക്രിയേറ്റ് എ ക്ലാസ് ടെംപ്ലേറ്റ് ഫോർ സ്റ്റാക്ക് ലിങ്ക്ഡ് ലിസ്റ്റ്. ഡാറ്റാ സ്ട്രക്ചറിന് ടെംപ്ലേറ്റ് കൊടുക്കാനാണ് പറഞ്ഞത്. റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സോ സ്കിപ്പ് ചെയ്യാതെ പഠിക്കാൻ വേണ്ടി നോക്കുക. ഇനി വാട്ട് ഈസ് സ്റ്റാൻഡേർഡ് ടെംപ്ലേറ്റ് ലൈബ്രറി? ഒരു ലൈബ്രറിയാണ്, അതിൽ ഇഷ്ടം പോലെ ടെംപ്ലേറ്റ്സ് ഉണ്ടായിരിക്കും അല്ലെ. എല്ലാത്തിന്റെയും ഒരു കളക്ഷനെയാണ് നമ്മൾ STL എന്ന് പറയുന്നത്. എക്സ്പ്ലെയിൻ ദ കോമ്പണൻസ് ഓഫ് STL കണ്ടെയ്നേഴ്സ്. കോമ്പണന്റിൽ വരുന്ന മെയിൻ ആണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കണ്ടെയ്നേഴ്സ്. എക്സ്പ്ലെയിൻ ദ യൂസ് ഓഫ് ലിസ്റ്റ് കണ്ടെയ്നേഴ്സ് വിത്ത് ആൻ എക്സാമ്പിൾ ടൈപ്പ് ഓഫ് കണ്ടെയ്നർ ആണ്. ഇനി അടുത്തത് എക്സെപ്ഷൻ ഹാൻഡ്ലിങ്ങിലോട്ടേക്ക് വരികയാണ്. എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല വൃത്തിയായിട്ട് എക്സിക്യൂട്ട് ആവുന്ന ഒരു പ്രോഗ്രാമിനെ ഇന്ററപ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു സാധനം വരുന്നു അല്ലെ, പ്രോഗ്രാം എക്സിക്യൂഷൻ തകരാറിലാക്കാൻ വേണ്ടി. അതിന് എങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യും? ട്രൈ ക്യാച്ച് ബ്ലോക്ക് ഒക്കെ കൊടുക്കുന്ന അറിയില്ലേ? ഹാൻഡ്ലിങ് അങ്ങനെയല്ലേ? ട്രൈന്റെ ഉള്ളിൽ എക്സെപ്ഷൻ വരാൻ ചാൻസ് ഉള്ള കോഡ് നമ്മൾ പ്ലേസ് ചെയ്യും. അതിനെ ഹാൻഡിൽ ചെയ്യേണ്ട കോഡ് ക്യാച്ചിൽ നമ്മൾ കൊടുക്കും അല്ലെ. അത് ഒരു എക്സാമ്പിൾ ആയിട്ട് കൊടുക്കാനാണ് പറയുന്നത്. നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഒരു കോഡ് പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇനി പ്രെഡിക്റ്റീവ് പ്രാക്ടീസ് സെറ്റ് ആണ് പറയുന്നത്. ഇതെന്താണ്? നമ്മുടെ ലേൺ വൈസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻ പേപ്പർ 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് സ്വന്തമായിട്ടൊന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇതിന്റെ കംപ്ലീറ്റഡ് ആയിട്ടുള്ള ആൻസർ ബുക്ക്ലെറ്റ് ലേൺ വൈസിൽ അവൈലബിൾ ആണ്. ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എത്രത്തോളം പോർഷൻസ് കവറായി, ഇനി എത്ര പഠിക്കണം എന്നുള്ളത്. ഫസ്റ്റ് തന്നെ നോക്കിയാൽ മതി. ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. നമ്മൾ കുറെ ടൈം ഇട്ട് പഠിക്കേണ്ട നിർബന്ധമായിട്ടും വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ടൈം 3 hours ആണ്. ഏതെങ്കിലും 5 എണ്ണമാണ് അറ്റൻഡ് ചെയ്യേണ്ടത്. 20 മാർക്ക് വെച്ചിട്ടാണ് ഓരോന്നിനും. ഫസ്റ്റ് വാട്ട് ഈസ് ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്? ലിസ്റ്റ് 5 ഫീച്ചേഴ്സ് ദാറ്റ് ഡിസ്റ്റിംഗ്വിഷ് ഇറ്റ് ഫ്രം പ്രൊസീജിയർ. 2 പാരാഡിമാണ് ഒബ്ജക്ട് ഓറിയന്റഡ് പ്രൊസീജിയറും. മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്താ? ലൂപ്പിൽ വരുമ്പോഴേലും അവിടെ കോഡ് റീയൂസബിലിറ്റി, സെക്യൂരിറ്റി, മെയിൻ്റനൻസ് ഒക്കെ കൂടുതലാണ് അല്ലെ. ഇനി അടുത്തത് ആക്സസ് സ്പെസിഫയേഴ്സ് ഓൾറെഡി ഡിസ്കസ് ചെയ്തു. പ്രൈവറ്റ്, പ്രൊട്ടക്റ്റഡ്, പബ്ലിക് അതിനെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞത്. കൺസ്ട്രക്ടർ നമ്മൾ പറഞ്ഞു. ഒബ്ജക്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇൻവോക്ക് ആവും. ഒബ്ജക്റ്റിനെ ഇനീഷ്യലൈസ് ചെയ്യും. കൺസ്ട്രക്ടർ ഓവർലോഡിങ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി വാട്ട് ഈസ് റൺ ടൈം പോളിമോർഫിസം എന്താണെന്ന് പറഞ്ഞു. അത് അച്ചീവ് ആകുന്നത് എങ്ങനെയാണ്? വെർച്വൽ ഫംഗ്ഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. കാര്യങ്ങൾ എഴുതുക. അടുത്തത് എന്താണ്? വാട്ട് ആർ സ്ട്രീം മാനിപ്പുലേറ്റേഴ്സ്? സ്ട്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോ ഓഫ് ഡേറ്റ ആണ്. സ്ട്രീം മാനിപ്പുലേറ്റേഴ്സ് കുറച്ച് ടൈപ്സ് ഉണ്ട്. സെറ്റ് ഡബ്ല്യു ഒക്കെ അതിൽ വരുന്നതാണ്. സെറ്റ് ഡബ്ല്യു, സെറ്റ് പ്രിസിഷൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി ഡിസ്കസ്ഡ് ആണ്. എഴുതാൻ വേണ്ടി നോക്കാം. വാട്ട് ഈസ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ്? ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യമാണ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്താണെന്നുള്ളത്. ട്രൈ ക്യാച്ച് മെക്കാനിസം, എക്സെപ്ഷനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈയിൽ എക്സെപ്ഷൻ വരുന്ന കോഡ് പ്ലേസ് ചെയ്യും. ക്യാച്ചിൽ അതിനെ ഹാൻഡിൽ ചെയ്യേണ്ട കോഡും പ്ലേസ് ചെയ്യുന്നുണ്ടായിരിക്കും. 5 മാർക്കാണ്. സ്വന്തമായിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തതും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റും. അപ്പൊ അത് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കാവുന്നില്ല. വാട്ട് ഈസ് ദിസ് പോയിന്റ്? കറണ്ട് ആയിട്ടുള്ള ഒബ്ജക്റ്റിനെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു പ്രോഗ്രാം ഒരു എക്സാമ്പിൾ ആയിട്ട് കൊടുക്കുക. വാട്ട് ഈസ് ഇൻഹെറിറ്റൻസ്? ഇതിൽ വരുന്ന മേജർ കോൺസെപ്റ്റ് ആണ്. അതിന്റെ ടൈപ്സും കാര്യങ്ങളും ഒക്കെ എഴുതാൻ വേണ്ടി നോക്കുക. ഫുൾ മാർക്ക് തന്നെ കിട്ടും. ഈസിയാണ് ഇൻഹെറിറ്റൻസ് എന്ന പോർഷൻ. അടുത്തത് എന്താണ്? ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്യാനാണ് പറയുന്നത്. എംപ്ലോയി എന്ന് പറയുന്നത് അതിൽ വെർച്വൽ ഫംഗ്ഷൻ സാലറി ഉണ്ടായിരിക്കണം. അതിനെ എന്ത് ചെയ്യണം? നമ്മുടെ ഡിറൈവ്ഡ് ക്ലാസ് മാനേജർ നിർബന്ധമായിട്ടും ആ സാലറിനെ ഇംപ്ലിമെന്റ് ചെയ്യണം. സിമ്പിൾ ആണ്, ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഒരു C++ പ്രോഗ്രാം ആണ് എഴുതാൻ പറയുന്നത്. 10 മാർക്കിൽ ഉണ്ട്. അത് അത്യാവശ്യം പ്രോഗ്രാം ഉണ്ടാവും. വാട്ട് ഈസ് എ ക്ലാസ് ടെംപ്ലേറ്റ്? ഓൾറെഡി ഡിസ്കസ്ഡ് ആണ്. ക്രിയേറ്റ് എ ക്ലാസ് ടെംപ്ലേറ്റ് ഫോർ എ സ്റ്റാക്ക് ഡേറ്റ സ്ട്രക്ചർ. പുഷ്, പോപ്പ് ആൻഡ് ഡിസ്പ്ലേ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് ഒരു ക്ലാസ് ടെംപ്ലേറ്റ് കൊടുക്കാനാണ് പറയുന്നത്. ഡിഫറെന്റ് ടൈപ്സ് പോസിബിൾ ആണ്. വാട്ട് ഈസ് ഓപ്പറേറ്റർ ഓവർലോഡിംഗ്? പറഞ്ഞ് എക്സിസ്റ്റിംഗ് ഓപ്പറേറ്ററിന് ഒന്നും കൂടുതൽ മീനിങ് കൊടുക്കുന്നതാണ്. പ്ലസ് ഓപ്പറേറ്റർ 2 കോംപ്ലക്സ് നമ്പേഴ്സ് ആഡ് ചെയ്യാൻ വേണ്ടി പ്ലസ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നതാണ് പറഞ്ഞത്. ഫ്രണ്ട് ഫംഗ്ഷൻ എന്താണെന്ന് ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ക്ലാസിന്റെ വെളിയിലായിരിക്കും, പക്ഷെ ഫ്രണ്ട് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ക്ലാസിന്റെ ഉള്ളിലുള്ള മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യാം. കമ്പാരിറ്റീവ് വിത്ത് മെമ്പർ ഫംഗ്ഷൻ. മെമ്പർ ഫംഗ്ഷൻ ക്ലാസിന്റെ ഉള്ളിൽ ഡിക്ലെയർ ചെയ്യുന്ന ഫംഗ്ഷൻ ആണ്. എന്താണ് അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം കൊടുക്കാനാണ് പറയുന്നത് ഫ്രണ്ട് ഫംഗ്ഷൻ്റെ. പിന്നെന്താണ്? എക്സിസ്റ്റിംഗ് ഫയൽ ഓപ്പൺ ചെയ്യുക, അതിന് ടെക്സ്റ്റ് അപ്പൻഡ് ചെയ്യുക, ഫയൽ എറർ ചെക്കിങ്ങും ഫയൽ ഹാൻഡ്ലിങ്ങും നോക്കാം.
എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫയൽ ആണെങ്കിൽ എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്യാൻ വേണ്ടി റൈറ്റ് മോഡാണോ, ഇതിപ്പോ നമ്മളോട് എന്താണ് അപ്പൻഡ് ചെയ്യാനാണ് പറയുന്നത്. സോ അപ്പൻഡ് മോഡിൽ APT മോഡിൽ ഓപ്പൺ ചെയ്യുക. ഫയൽ ആദ്യം എക്സിസ്റ്റ് ആണോ നോട്ട് ഫയൽ വെച്ചിട്ട് നോക്കുക. എക്സിസ്റ്റ് അല്ലെങ്കിൽ എറർ മെസ്സേജ് പ്രിന്റ് ചെയ്യുക. അതൊക്കെയാണ് കൊടുക്കുന്നത്. ഇനി ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഫംഗ്ഷൻ ഓവർലോഡിങ്, ഫംഗ്ഷൻ ഓവർറൈഡിങ്. ഫംഗ്ഷൻ ഓവർലോഡിങ് ഫംഗ്ഷന്റെ പേര് സെയിം ആയിരിക്കും, പാരാമീറ്റേഴ്സ്. ഫംഗ്ഷൻ ഓവർറൈഡിങ് ബേസ് ക്ലാസ്സിൽ കൊടുത്ത ഫംഗ്ഷൻ ഡിറൈവ്ഡ് ക്ലാസ്സിൽ യൂസ് ചെയ്യും. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ ഫോളോയിങ്. അബ്സ്ട്രാക്ട് ക്ലാസ് എന്താന്ന് പറഞ്ഞു, പ്യൂർ വെർച്വൽ ഫംഗ്ഷൻ പറഞ്ഞിട്ടുണ്ട്, കോപ്പി കൺസ്ട്രക്ടറും അതിന്റെ യൂട്ടിലിറ്റി, സ്റ്റാറ്റിക് ഡേറ്റ മെമ്പേഴ്സ്, സ്റ്റാറ്റിക് നമ്പർ ഫംഗ്ഷൻ പറഞ്ഞിട്ടുണ്ട്, ഡിസ്ട്രക്ടേഴ്സ് അതിന്റെ റോൾ, മെമ്മറി മാനേജ്മെന്റ്, കണ്ടെയ്നേഴ്സ് ഇൻ SQL, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കണ്ടെയ്നേഴ്സ് ഉണ്ട്, അതെന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതുക. ഇനി അടുത്ത പ്രാക്ടീസ് സെറ്റ് ആണ്, D ആണ് ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ലേൺ വൈസ് പ്രിപ്പയർ ചെയ്തതാണ്. ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും അനലൈസ് ചെയ്ത് മോസ്റ്റ് പ്രോബബിലിറ്റി വരുന്ന, അതായത് ചോദിക്കാൻ ചാൻസ് കൂടുതലായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് പ്രിപ്പയർ ചെയ്തതാണ്. സോ വർക്ക്ഔട്ട് ചെയ്യുക, വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സ്ട്രക്ചേർഡും പ്രോഗ്രാമിംഗും ഒബ്ജക്ട് ഓറിയന്റഡ് ഓൾറെഡി ഡിസ്കസ്ഡ് ആണ്. വാട്ട് ഈസ് എൻകാപ്സുലേഷൻ, ടൈപ്പ് ഓഫ് ഹൂപ്പ് കോൺസെപ്റ്റ് ആണ് അല്ലെ. ഇൻഫോർമേഷൻ ഹൈഡിങ്ങിന് എങ്ങനെ അത് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അടുത്ത വെർച്വൽ ഫംഗ്ഷൻസ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. പ്യുവർ വെർച്വൽ ഫംഗ്ഷൻ എങ്ങനെ ഡിഫറെന്റ് ആവും എന്നുള്ളത് പറഞ്ഞു. വെർച്വൽ ഫംഗ്ഷൻ ആണെങ്കിൽ ചില സമയം ഡിറൈവ്ഡ് ക്ലാസ് അത് യൂസ് ചെയ്യും. പ്യുവർ വെർച്വൽ ഫംഗ്ഷൻ ആണെങ്കിൽ നിർബന്ധമായും ഡിറൈവ്ഡ് ക്ലാസ് യൂസ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. വാട്ട് ഈസ് ദ റോൾ ഓഫ് ഡിസ്ട്രക്ടർ, മെമ്മറി മാനേജ്മെന്റ്, മെമ്മറി റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിനൊരു പ്രോഗ്രാം കൊടുക്കുക. അടുത്തത് റിലേഷണൽ ആൻഡ് ലോജിക്കൽ ഓപ്പറേറ്റർ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ബേസിൽ വരുന്നതാണ്, ഫണ്ടമെന്റൽസ് ഓഫ് CPT വരുന്നതാണ്. ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചിട്ടുള്ളത് ഓരോന്നിനും എക്സാമ്പിൾ ഇട്ട് കൊടുക്കാൻ വേണ്ടി നോക്കുക. അടുത്തത് വാട്ട് ഈസ് ഓപ്പറേറ്റർ ഓവർലോഡിങ്, എഗെയിൻ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. അതിന്റെ അഡ്വാൻറ്റേജസ് കൊടുക്കാനാണ് പറഞ്ഞത്. STL പറഞ്ഞ കാര്യമാണ്. അതിന്റെ കോമ്പണൻസ്, കണ്ടെയ്നേഴ്സ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കണ്ടെയ്നേഴ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് ഡൈനാമിക് ബൈൻഡിങ് ആൻഡ് ഇറ്റ്സ് അസോസിയേഷൻ വിത്ത് റൺ ടൈം പോളിമോർഫിസം. നമ്മുടെ റൺ ടൈം പോളിമോർഫിസത്തിന് ഒരു പേര് തന്നെയുണ്ട്. ഡൈനാമിക് പോളിമോർഫിസം എന്ന് നമ്മൾ വിളിക്കും, ലേറ്റ് ബൈൻഡിങ് എന്ന് നമ്മൾ വിളിക്കും. അതെന്താണ്, ആ സമയത്താണ് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ്. വാട്ട് ഈസ് ഇൻഹെറിറ്റൻസ്, വീട്ടിൽ വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസ് വിത്ത് ഡാറ്റ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ട് വരയ്ക്കുക. അടുത്തത് റൈറ്റ് C++ പ്രോഗ്രാം ടു ഡിഫൈൻ ക്ലാസ് ഫീച്ചർ. നമ്മുടെ ക്ലാസ്സിന്റെ പേര് ഫീച്ചർ എന്നാണ്. വെർച്വൽ ഫംഗ്ഷൻ സാലറി കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഡിറൈവ്ഡ് ക്ലാസ് അസിസ്റ്റന്റ് പ്രൊഫസർ ആണ്. ഇംപ്ലിമെന്റ് സാലറി ഫംഗ്ഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എംപ്ലോയി എന്ന് പറഞ്ഞ ക്ലാസ്, മാനേജർ എന്ന് പറയുന്ന ഡിറൈവ്ഡ് ക്ലാസ് ഉണ്ടായിരിക്കാം. എംപ്ലോയിൽ വരുന്ന സാലറി മാനേജർ ഇംപ്ലിമെന്റ് ചെയ്യാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് C++ പ്രോഗ്രാം ടു ഓവർലോഡ് ഈ ഓപ്പറേറ്റർ എന്താ, ഷോർട്ട് ആൻഡ് ഓപ്പറേറ്റർ ആണ് അല്ലെ. പ്ലസ് ഈക്വൽ ടു അതും പിന്നെന്താണ് ഈ ഒരു മൈനസ് ഓപ്പറേറ്റർ വെച്ചിട്ട് എന്ത് ചെയ്യുക, കോംപ്ലക്സ് നമ്പറിനെ ലോഡ് ചെയ്യുന്ന പ്രോഗ്രാം കൊടുക്കാനാണ് പറഞ്ഞത്. സിമ്പിൾ ആണ്, ഓപ്പറേറ്റർ ഓവർലോഡ് യൂസ് ചെയ്താൽ മതി. ക്ലാസ് ടെംപ്ലേറ്റ് എന്താണെന്ന് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ലിങ്ക്ഡ് ലിസ്റ്റ്, ഇൻസേർട്ട്, ഡിലീറ്റ്, ഡിസ്പ്ലേ ഓപ്പറേഷൻ, സ്റ്റാക്കിലെ പുഷ് പോപ്പ് ഡിലീറ്റ് പോലെ തന്നെ വരുന്നതാണ്. ലിങ്ക്ഡ് ലിസ്റ്റിൽ ഇൻസേർട്ട്, ഡിലീറ്റ്, ഡിസ്പ്ലേ ഓപ്പറേഷൻ വെച്ച് ചെയ്യാൻ വേണ്ടി നോക്കുക. സിഗ്ജി, സിപ്പി, ടെൽജി, ടെൽപി ഓൾറെഡി ഡിസ്കസ്ഡ് ആണ്. 4 സിമ്പിൾ ആണ് ഓരോ പ്രോഗ്രാമും കൊടുക്കുക. സിമ്പിൾ പ്രോഗ്രാം ആയിരിക്കും കൊടുത്തിട്ട് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇൻഹെറിറ്റൻസ് അഗെയിൻ ചോദിച്ചു. സിമ്പിൾ ആണ് ഇൻഹെറിറ്റൻസ്. അതിന്റെ ഓരോ ടൈപ്സ്. മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്താണെന്നാണ് ചോദിക്കുന്നത്. മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ഓൾറെഡി ഡിസ്കസ്ഡ് അല്ലേ. മോർ ദാൻ വൺ ബേസ് ക്ലാസ് ഉണ്ടാവും. പ്രോബ്ലംസിൽ വരുന്ന മെയിൻ ആയിട്ട് പറഞ്ഞ ആംബിഗ്യൂറ്റി പ്രോബ്ലം ഉണ്ട്, ഡയമണ്ട് പ്രോബ്ലം ഉണ്ട്, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലം വരുന്നുണ്ട്. ഇതാണ് നോക്കിയാൽ മതി. ഡിസ്കസ് ഹൗ ദ ഡയമണ്ട് പ്രോബ്ലം ഇസ് റിസോൾവ്ഡ്. എങ്ങനെ ഡയമണ്ട് പ്രോബ്ലം നമുക്ക് റിസോൾവ് ചെയ്യാം. അതിന് ഫസ്റ്റ് ഡയമണ്ട് പ്രോബ്ലം എന്താണെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തു കൊടുക്കണം. അടുത്തത് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ ഫോളോയിങ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ്. റൈറ്റ് ക്യാച്ച് ത്രോ സിമ്പിൾ ആണ്. ഇൻലൈൻ ഫംഗ്ഷൻ, അതിന്റെ എഫിഷ്യൻസി. മെസ്സേജ് പാസിംഗ് എന്തിനാ യൂസ് ചെയ്യുന്ന മെസ്സേജ് പാസിംഗ്, നമ്മുടെ ഒബ്ജക്റ്റുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ. മെസ്സേജ് പാസിംഗ് ഫംഗ്ഷനെ കോൾ ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. പ്രൈവറ്റ് കൺസ്ട്രക്ടേഴ്സ് ആൻഡ് ഡിസ്ട്രക്ടേഴ്സ് ആണ് പറയുന്നത്. അടുത്ത് ഫംഗ്ഷൻ ടെംപ്ലേറ്റ് വേഴ്സസ് ഓവർലോഡഡ് ഫംഗ്ഷൻ. ഫംഗ്ഷൻ ഓവർലോഡിങ് അറിയില്ല, അതിനെ തന്നെയാണ് ഓവർലോഡഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇനി ആൻസർ റൈറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയാം. ഇൻട്രൊഡക്ഷൻ എപ്പോഴും നമുക്കൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒബ്വിയസ്ലി നമ്മൾ അതിനൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഒരു 2 or 3 സെന്റൻസ് മാത്രമേ അതിന് സ്പെസിഫൈ ചെയ്യാൻ പാടുള്ളൂ. എന്താണ് അതിൽ വരുന്ന കീ കോൺസെപ്റ്റ് ആ ക്വസ്റ്റ്യനിൽ വരുന്നത്. ജസ്റ്റ് അതിനെ ഒരു 2 or 3 ലൈനിൽ നമ്മൾ കൊടുക്കുക. അതിനുശേഷം ബോഡിയിലാണ് അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഡെവലപ്പ് ഈച്ച് പോയിന്റ് വിത്ത് ബ്രീഫ് എക്സ്പ്ലനേഷൻ.
യൂസ് ടോപ്പിക് സെന്റൻസ് ഇൻക്ലൂഡ്സ് എക്സാമ്പിൾസും SLM-ലുള്ള എക്സാമ്പിൾസും റിയലിസ്റ്റിക് സിനാരിയോസ്. യൂഷ്വലി നമുക്ക് ഇപ്പോ ഊപ്പിൽ വരുന്ന കോൺസെപ്റ്റ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഓരോന്നിനും നമുക്ക് റിയൽ ലൈഫ് എക്സാമ്പിൾ ഒക്കെ കൊടുക്കാം. ഇപ്പൊ അബ്സ്ട്രാക്ഷൻ ഒക്കെ ചോദിച്ചെങ്കിൽ ഫാൻ ഇട്ട് കഴിഞ്ഞാൽ, സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഫാൻ കറങ്ങും അല്ലെ. പക്ഷെ ഫാൻ എങ്ങനെയാ കറങ്ങുന്നത്? അതിന്റെ വയറിങ് കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്തിട്ടല്ലേ ഉള്ളത്. എസെൻഷ്യൽ ആയിട്ടുള്ള കറങ്ങുന്ന ഫാനിനെ മാത്രമാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ പോളിമോർഫിസ് ആണെങ്കിൽ ഒരു അംബ്രല എടുക്കുക. എന്താണ് ഹാവിങ് മെനി ഫോംസ് അല്ലേ പോളിമോർഫിസം എന്നാണ്. ഒരു ഒബ്ജക്റ്റ് തന്നെ ഡിഫറെന്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യും. ഒരു അംബ്രല ഒരു ഒബ്ജക്റ്റ് ആയിട്ട് എടുത്താൽ നമ്മൾ റെയിനി സീസണിലും യൂസ് ചെയ്യുന്നുണ്ട്, ഹോട്ട് സീസണിലും യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. ആ ഒബ്ജക്റ്റ് തന്നെ ഡിഫറെന്റ് വേയിൽ അത് ആക്ട് ചെയ്യും. അങ്ങനെ റിയൽ ലൈഫ് സിനാരിയോസ് വെച്ചിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. കൺക്ലൂഷനിലും ഒരു 2-3 സെന്റൻസ് കൊടുത്തിട്ട് കൺക്ലൂഡ് ചെയ്യും. ഒരുപാട് വാരി വലിച്ച് എഴുതരുത്. എഴുതുന്നത് നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് അപ് ടു പോയിന്റ് ആയിട്ട് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. നോക്കിയാൽ മതി. സ്ട്രക്ചറിങ് തിയറി ആൻഡ് ഡിസ്കഷൻ ആൻസേഴ്സ്. തിയറി ബേസ്ഡ് ആൻസേഴ്സ് ആണെങ്കിൽ ഡിഫൈൻ തിയറി ക്ലിയർലി. എന്തൊക്കെ വേണം? ഹൂ, വെൻ, വാട്ട്. ആരാണ്, എപ്പോഴാണ്, എന്താണെന്നുള്ളത് വൃത്തിക്ക് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എക്സ്പ്ലെയിൻ കോർ കോമ്പോണൻസ്. നമ്മുടെ SLM-ൽ വരുന്ന ടേംസ് യൂസ് ചെയ്തുകൊണ്ട് കോർ കോമ്പോണൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നോക്കുക. പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് എന്തൊക്കെ ഉണ്ടെന്ന് കൊടുക്കുക. ലിമിറ്റേഷൻസ് അല്ലെ ഡിസ്അഡ്വാൻറ്റേജസ്, ഡ്രോബാക്സ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി നോക്കുക. കണക്ട് മോഡേൺ പ്രാക്ടീസ് ആൻഡ് റിലേറ്റഡ് തിയറി. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന റിയൽ ലൈഫ് എക്സാമ്പിൾസ് നിങ്ങൾക്ക് കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും കൊടുത്തിട്ട് അത് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇനി ഡിസ്കസ് വേഴ്സസ് എക്സ്പ്ലെയിൻ ആയിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെ വരുന്നതാണെങ്കിൽ ഡിസ്കസ് ആണെങ്കിൽ എന്താ ബാലൻസ്ഡ് ആയിട്ടുള്ള അനാലിസിസ് ആണ്. പ്രസന്റ് മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ്, പ്രോസും കോൺസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ് വേണ്ടത്. ഡിസ്കസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അത്രയും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല, ഇൻഡെപ്ത് പോകേണ്ട ആവശ്യമില്ല. ഇനി എക്സ്പ്ലെയിൻ ആണ് പറയുന്നില്ല, ആ തന്ന ക്വസ്റ്റ്യനെ നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ. ഡിസ്കസ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. ഇനി നെവർ ടേക്ക് ആൻ എക്സ്ട്രീം പൊസിഷൻ ഇൻ ഡിസ്കസ് ആൻസേഴ്സ്. ഡിസ്കസ് നമ്മൾ അധികം അങ്ങ് പോയിട്ട് ടൈം ഒന്നും വേസ്റ്റ് ചെയ്യരുത്. അതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പോവാം. എക്സ്പ്ലെയിൻ ആണ് പറഞ്ഞു വരുന്നതെങ്കിൽ ഇൻഡെപ്ത് ആയിട്ട് അതിന് ബ്രീഫ് ആയിട്ടുള്ള ബ്രീഫല്ല കുറച്ചൊരു ഇൻഡെപ്ത് പോയിട്ട് അതിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കും. ഇനി ടൈം മാനേജ്മെന്റ് ആണ് പറയുന്നത്. 5 മിനിറ്റ്, ഫസ്റ്റത്തെ 5 മിനിറ്റ് എല്ലാ ക്വസ്റ്റ്യൻസും റിപ്പീറ്റഡ് ആയിട്ട് വായിക്കുക. ജസ്റ്റ് ഒരു പ്രാവശ്യം വായിച്ചിട്ട് വിടരുത്, റിപ്പീറ്റഡ് ആയിട്ട് വായിച്ചു നോക്കണം. പിന്നെ 30 മിനിറ്റ്, ഓരോ ക്വസ്റ്റ്യനും 30 മിനിറ്റ് സമയം കൊടുത്തിട്ട് എഴുതാൻ വേണ്ടി നോക്കുക. 6 മിനിറ്റ് എന്താ ചെയ്യേണ്ടത്? ആ എഴുതിയ ക്വസ്റ്റ്യൻസ്, എഴുതിയ ആൻസേഴ്സ് ഒന്നുകൂടി വായിച്ചു നോക്കി എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് ചെയ്ത് ഇൻക്ലൂഡ് ആക്കിയിട്ട് വെക്കുക. ലാസ്റ്റ് 15 മിനിറ്റിൽ എഴുതിയ എല്ലാ ആൻസേഴ്സും ഒന്ന് ഓടിച്ചു വായിച്ചു നോക്കുക, എന്തെങ്കിലും പോയിന്റ്സ് വിട്ടു പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. എന്നിട്ട് അത് വിട്ടുപോയതൊക്കെ കൊടുക്കാൻ വേണ്ടി നോക്കുക. ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി ആണ്. നമ്മൾ ഒരുപാട് എഴുതിയതിനെ കൊണ്ട് കാര്യമില്ല. എഴുതിയതൊക്കെ ഒരു ആവശ്യമില്ലാത്ത സാധനമാണെങ്കിൽ ഒരു മാർക്കും കിട്ടില്ല. അവിടെ ക്വാളിറ്റിക്കാണ് ഇമ്പോർട്ടൻസ്. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പോയിന്റ്സ് കൊടുക്കാൻ വേണ്ടി നോക്കുക. വെൽ സ്ട്രക്ചേർഡ് 400 വേർഡ്സ് ആൻസേഴ്സ് സ്കോർസ് മോർ ദാൻ റാംബ്ലിംഗ് 800 വേർഡ് ആൻസർ. ഒരാൾ 800 വേർഡ്സിൽ എഴുതിയിട്ടുണ്ട്, എന്ത് വെറുതെ വാരി വലിച്ച് എഴുതിയതാണ്, അതിൽ കാര്യമായിട്ടൊന്നുമില്ല. എന്നാൽ ഒരാൾ 400 വേർഡ്സ് എഴുതിയിട്ടുള്ളൂ, അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരേണ്ട കാര്യങ്ങൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ക്ലിയർ ആയിട്ട് എഴുതിയിട്ടില്ല. അപ്പൊ ഒബ്വിയസ്ലി ആ 400 എഴുതിയാക്കാണ് മാർക്ക് പോയിട്ടുണ്ടാവും. അവിടെയാണ് ക്വാളിറ്റിക്കാണ് ഇമ്പോർട്ടൻസ്, ക്വാണ്ടിറ്റിക്കല്ല കേട്ടോ. പിന്നെ എന്താണ്, നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ്, ഈ ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ആൻസർ ബുക്ക്ലെറ്റ് ലേൺ വൈസ് പ്രിപ്പയർ ചെയ്തിട്ട് എങ്ങനെ ഓരോ ക്വസ്റ്റ്യനെയും അപ്രോച്ച് ചെയ്യണം, അതായത് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ആൻസേഴ്സ് സ്ട്രക്ചേർഡ് ആയിട്ട് മെയിൻറ്റെയിൻ ആക്കിയിട്ട് അതിലെന്താ വരുന്നത്, ഫുൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മോഡൽ ആൻസേഴ്സ് ഫോർ പ്രാക്ടീസ് സെറ്റ് ആൻഡ് സെറ്റ് എക്കും സെറ്റ് ബിക്കും വേണ്ട വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ആൻസർ ബുക്ക്ലെറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് കംപ്ലീറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ്, നമ്മുടെ ജസ്റ്റ് ഈ ഒരു 2 പ്രാക്ടീസ് ക്വസ്റ്റ്യൻ പേപ്പർ അല്ലാതെ 8ഓളം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ അനാലിസിസിന് യൂസ് ചെയ്തു എന്ന് പറഞ്ഞു. അതിന്റെ ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആൻസർ ബ്ലൂ പ്രിന്റ് ലേൺ വൈസിൽ അവൈലബിൾ ആണ്. ഇവിടെ മെന്റേഴ്സ് NSCs ഉണ്ടാക്കും, പേഴ്സണലൈസ്ഡ് ഗൈഡൻസ്, കാര്യങ്ങൾ എക്സാം എങ്ങനെ ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ 1 to 1 ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടായിരിക്കും. ഹൈ ക്വാളിറ്റി എന്താണ്, ഹൈ പ്രോബബിലിറ്റി വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു. ഇങ്ങനത്തെ എല്ലാ സർവീസും നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ലേൺ വൈസിലോട്ടേക്ക് എൻറോൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇവിടെ താഴെ കൊടുത്തിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ വിളിക്കോ മെസ്സേജ് ചെയ്യോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഈ ലേൺ വൈസിലോട്ടേക്ക് വന്നാൽ നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടും, ഈ 2 സെറ്റ് എക്കും ബിക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എല്ലാ ആൻസർ, സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ആൻസർ
റിഫ്ലക്ട് കിട്ടുന്നുണ്ടായിരിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻഡ് ആൻസേഴ്സ് എല്ലാ ക്വസ്റ്റ്യനെയും വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ആൻസേഴ്സ് കിട്ടുന്നുണ്ടാവും. ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് പറയുന്നുണ്ടായിരിക്കും. പിന്നെന്താണ്, സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടും. എങ്ങനെ നിങ്ങളുടെ എക്സാമിന് നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാം, എങ്ങനെ ഈസി ആയിട്ട് എഴുതാം എന്നുള്ളൊരു ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. മെന്റർ സപ്പോർട്ട്, അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ ഈ ഒരു കോഴ്സിൽ മാസ്റ്റേഴ്സ് ചെയ്തിട്ടുള്ളത് മെന്റർ ഉണ്ടായിരിക്കും. സോ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് വരുന്നുണ്ടെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും മെന്ററിനെ കണക്ട് ചെയ്തുകൊണ്ട് ഡൗട്ട് ക്ലിയർ ആക്കി കോൺഫിഡന്റ് ആയിട്ട് എക്സാമിന് പോകാൻ പറ്റുന്നുണ്ടാവും. സോ ലേൺവൈസിൽ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നെങ്കിൽ ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യോ കോൾ ചെയ്യോ ചെയ്യാവുന്നതാണ്. നിങ്ങളെ അസിസ്റ്റ് ചെയ്യുന്നത്. ഇതാണ് അവരുടെ വാട്സ്ആപ്പ് നമ്പർ എന്ന് പറയുന്നത്. സോ അതിലോട്ടേക്ക് കോൾ ചെയ്യോ മെസ്സേജ് ചെയ്യോ ചെയ്യാം. നമ്മുടെ ടീം നിങ്ങളെ അസിസ്റ്റ് ചെയ്യും. സോ ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നല്ലപോലെ എക്സാം എഴുതാൻ പറ്റുമെന്ന് ആശംസിക്കുന്നു. താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.